ഡോക്ടർ, തീർത്തും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ പേടിപ്പെടുത്തുമെന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് ആളുകളെ അവയവദാനത്തിലേക്ക് പ്രേരിപ്പിക്കുക, അവയവ കച്ചവടം തന്നെ നടത്തുക. ഒരു പഞ്ചായത്തിലെ 7 പേർ ഇത്തരത്തിൽ അവയവം നൽകി എന്നുള്ള വിവരം വരികയാണ്. നമ്മൾ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണണം? ഇതിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് എങ്ങനെ ഇതിൽ ഒരു നടപടി സ്വീകരിക്കാനാകും? നമുക്ക് ഈ കാര്യത്തിൽ വളരെ നമ്മൾ വർഷങ്ങളായി, ഏതാണ്ട് ഒരു 10 കൊല്ലത്തിലേറെ 15 കൊല്ലത്തിലേറെയായി ഈ അവയവദാന പ്രക്രിയ കേരളത്തിൽ ഒരു വലിയൊരു ചർച്ചാ വിഷയമാണ് ഇടയ്ക്കിടയ്ക്കെങ്കിലും. നമ്മൾ ബേസിക്കലി മനസ്സിലാക്കാനുള്ള 2 കാര്യങ്ങളുണ്ട്. ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് എനിക്കത് അടിസ്ഥാനമായിട്ട് പറയാനുള്ളത്. അത് നമ്മൾ കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അവയവദാനം 2 തരത്തിലുണ്ട്. ഒന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും, കുറച്ചു പേർക്ക് അറിയാം, പക്ഷേ ഏറെ പേർക്ക് അറിയില്ല. അവയവദാനം 2 തരത്തിലുണ്ട്. ഒന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരിൽ നിന്നും എടുക്കുന്ന അവയവദാനം, 2 മരിച്ചവരിൽ നിന്നും എടുക്കുന്ന മസ്തിഷ്ക മരണത്തിന് ശേഷം എടുക്കുന്ന അവയവദാനം. നമ്മൾ മസ്തിഷ്ക മരണത്തിന് ശേഷം എടുക്കുന്ന അവയവദാനമാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതാണ് എല്ലാ രാജ്യങ്ങളിലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. ജീവിച്ചിരിക്കുന്ന ആൾക്കാരിൽ നിന്നും അവയവം എടുക്കുന്നത് ഒരു രാജ്യവും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട്, നിയമപരമായി അതിന് സാധ്യതയുള്ളത് കൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ഇത്തരം ആൾക്കാർ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് വർഷങ്ങളായി എല്ലാവരും ചൂണ്ടിക്കാണിക്കപ്പെട്ടുള്ള ഒരു വിഷയമാണ്. ഈ ഒരു മാഫിയയ്ക്ക് തീർച്ചയായും അവയവ കച്ചവടത്തില് വലിയ ലാഭം ലഭിക്കുകയും അവര് മരണാനന്തര അവയവദാന പ്രക്രിയക്കെതിരെ കള്ളപ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. രണ്ടാണ്. മരണാനന്തര അവയവദാന പ്രക്രിയ പ്രോത്സാഹിപ്പിക്കുകയാണ് ആത്യന്തികമായി ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം. ഇപ്പൊ നമ്മൾ കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ പറഞ്ഞ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ ശിക്ഷിക്കുന്ന, തൽക്കാലം കുറച്ച് ആൾക്കാർ രക്ഷപ്പെടുന്നു. അതിനും അപ്പുറം നമുക്ക് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു മാർക്കറ്റ് ലഭ്യമല്ലാതാകും. പക്ഷേ ഈ അവയവദാന മാഫിയയുടെ, അതായത് ലൈവ് ഡോണർ മാഫിയയുടെ ഉദ്ദേശം തന്നെ മരിച്ചിരിക്കുന്ന മരണാനന്തര അവയവദാന പ്രക്രിയയെ തകർക്കുക എന്നുള്ളതാണ്. അവർ പലതരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തും. ചില സിനിമകളിൽ ഇടിച്ചു കൊന്നതിന് ശേഷം ഇവിടെ നടക്കുന്ന അവയവദാനമല്ല, അവയവ കച്ചവടമാണ്. പലതരത്തിൽ ഈ ആളുകളെ മുതലെടുക്കുകയാണ്. അവരുടെ അജ്ഞത അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക അവസ്ഥ, ഇതൊക്കെ മുതലെടുത്തുകൊണ്ടാണല്ലോ ഇവിടെ അവയവ കച്ചവടം നടത്തുന്നത്. നമുക്കൊരിക്കലും അവയവദാനം എന്നുള്ള ഒരു തരത്തിലേക്ക് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കച്ചവടം തന്നെയാണ്. അങ്ങ് പറയും പോലെ താൽക്കാലികമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് കുറെ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് ചർച്ച ചെയ്യുന്നു, ആ സമയത്ത് ഒരു നടപടി ഉണ്ടാകുന്നു. പക്ഷേ ഇതൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക്, ഒരു നടപടിയിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അബ്സല്യൂട്ട്ലി, ഇതൊരു അവയവദാനമല്ല, അവയവ കച്ചവടം. 2 തരത്തിലുള്ള ചൂഷണങ്ങളുണ്ട്. ഒന്നിപ്പം വിദേശങ്ങളിലേക്കൊക്കെ കടത്തുന്ന ഒരു പ്രക്രിയ, മനുഷ്യക്കടത്ത് നടത്തിയിട്ട് അവയവങ്ങൾ എടുക്കുന്ന. ഇത് ഏറ്റവും പ്രധാനം, അവയവദാനം അല്ലെങ്കിൽ അവയവം നൽകുന്ന വ്യക്തിക്ക് നൽകപ്പെടും എന്ന് ഓഫർ ചെയ്യുന്ന റെമ്യൂണറേഷൻ ഇവർ കൊടുക്കാറില്ല. അവർ ആ കാര്യത്തിൽ ഒരു വലിയ ഒരു കിക്ക് ബാക്ക് അവരെടുക്കുകയും അവർ വളരെ ചെറിയൊരു ശതമാനം മാത്രം അവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചൂഷണം അവിടെയുണ്ട്. അജ്ഞരായ ആൾക്കാരെ പറ്റിക്കുന്നതിനും അപ്പുറം ഈ പൈസ കൊടുക്കുന്നു എന്ന് പറയുന്ന സാമ്പത്തിക സഹായം പോലും ഇല്ലാതാക്കുന്നു. അപ്പൊ ആത്യന്തികമായിട്ട് നമുക്കിത് പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഈ ഒരു അവയവ കച്ചവടത്തിനെതിരെയുള്ള ശക്തമായ നിയമങ്ങൾ ഉണ്ടാവണം. ഇന്ത്യയിലാണെങ്കിൽ, ഭാരതത്തിലാണെങ്കിൽ നമുക്ക് ലൈവ് ജീവിച്ചിരിക്കുന്ന അവയവദാന പ്രക്രിയ അടുത്ത ബന്ധുക്കളാണ്. അത് വളരെ വ്യക്തതയോടുകൂടി എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അടുത്ത ബന്ധുക്കൾ, അതായത് ഒരു തരത്തിലുള്ള ദുരുദ്ദേശവും ഇല്ലാതെ, അതായത് രോഗിയുടെ ഓൾട്രുയിസ്റ്റിക് ആയിട്ട് ഒരു ഉന്നമനത്തിനായിട്ട് അടുത്ത ബന്ധുക്കൾ നൽകുന്ന ഒരു ലൈവ് ഡോണർ പ്രക്രിയയാണ് നിയമപരമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ആ ഒരു പഴുതാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ഇപ്പം അച്ഛൻ മകന് കൊടുക്കുന്നു, അല്ലെങ്കിൽ സഹോദരന്മാർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ ലൈവ് ഡോണർ ഒരു ഓപ്ഷൻ തുറന്നു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ആ ഒരു ലൂപ്പ് ഹോളിനെ തുറന്നു വിട്ടുകൊണ്ട് കച്ചവടം നടത്തിക്കൊണ്ട് പലതരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുകയാണ്. അപ്പൊ ആത്യന്തികമായി നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ലൈവ് ഡോണർ ഇല്ലാതാവുകയും മരണാനന്തര അവയവദാനം, അതായത് മരിച്ചതിന് ശേഷമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും വേണമെന്നത് സത്യമാണ്. അതിനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ, പല വിദേശ രാജ്യങ്ങളിലും എന്താ പറയാ, നമ്മുടെ അതായത് എല്ലാവരെയും, അതായത് ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കുന്നതിന് മുൻപ് അവയവദാനം നൽകുന്നു എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് പോകുന്ന രാജ്യങ്ങളുണ്ട്. മരിച്ചാൽ അവയവദാനമാണ്, അല്ലെങ്കിൽ അവർ എഴുതി കൊടുക്കണം ഞാൻ അവയവദാനം കൊടുക്കുന്നില്ല, മരിച്ചതിന് ശേഷം കൊടുക്കില്ല എന്ന് എഴുതി കൊടുക്കുന്നവരെ മാത്രം മാറ്റി നിർത്തുന്ന ഒരു സംവിധാനം ചില രാജ്യങ്ങളിലും നിലവിലുണ്ട്. അതിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ധാരാളം അവയവങ്ങൾ ലഭിക്കും. അപ്പൊ പിന്നെ ഈ അവയവദാന കച്ചവടം ഇല്ലാതാവുകയും ചെയ്യും. ആത്യന്തികമായി നമുക്കൊരു രീതിയിലേക്ക് പോകണം എന്നുള്ളതാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്.